അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചു പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, കാൽമുട്ടിന് താഴേക്ക് തുടയിലേക്ക് നീര് പൊങ്ങി കിടക്കണുണ്ട്. കർത്താവ് വ്യത്യസ്ത സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവര്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവിനേക്കുവാമേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രമ്യ വർഗീസിനെ കുറിച്ച് പറഞ്ഞു. രമ്യ വർഗീസിൻ്റെ സാക്ഷ്യത്തിലെ ചില ജീവിത നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ അവരാണ് ഇങ്ങനെ ഈ ഉടമ്പടി ഇസ് എ വേ ഓഫ് ലൈഫ്, കവനൻ്റ് ഇസ് എ വേ ഓഫ് ലൈഫ് എന്നൊക്കെ പറയണത്. അല്ല, ജോസഫച്ചൻ പറഞ്ഞു കൊടുത്തതല്ല അവരോട്. അവർ ജീവിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു
ജീവിത വഴിയാണ്, ജീവിത രീതിയാണ്. രമ്യ വാരിസ് അങ്ങനെയല്ല പറയണത്. രമ്യ വാരിസ് പറഞ്ഞത് ഉടമ്പടി നമ്മൾ തളർന്നു വരുമ്പോൾ ചാരിക്കിടക്കാനുള്ള ഒരു ഇടമാണ് ഉടമ്പടിയെന്ന്. അതായത് സഹനങ്ങളിൽ തളരുമ്പോൾ ചാരിക്കിടക്കാനുള്ളൊരു ഇടമാണ്, ഒരാശ്വാസ ഇടമാണ് ഉടമ്പടി. അതെന്താ അവരങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഓരോ വളർച്ചയ്ക്കും ആ വളർച്ചയ്ക്ക് മുമ്പ് നമ്മൾക്കിന്ന് പ്രെയർ ഡ്രോ ചെയ്യാൻ വേണ്ടി, പുണ്യങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി ദൈവം ചില പ്രോബ്ലംസ് നമുക്ക് തരും, പസിൽസ് തരും. അപ്പോൾ നമ്മളത് ചെയ്യണം. ഇപ്പോൾ രമ്യ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ രമ്യ വർഗീസ് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭർത്താവിന് ഈശ്വരൻ പറയുമേ 3 കുഞ്ഞുങ്ങളുണ്ടല്ലേ, വളർത്തണമല്ല, എന്തെങ്കിലും മാർഗമുണ്ടോ? അത് ഇവർക്കൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇവർക്ക് കർത്താവുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവില്ല, ദൈവത്തിൻ്റെ ബന്ധത്തിൽ ഇപ്പോൾ ഈ ഉടമ്പടി നാളെ നമ്മളെ സാക്ഷികളെ കേട്ടവർക്ക് മനസ്സിലായത് ഒത്തിരി മനുഷ്യർ അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് അമ്മയുടെ കൂടെ ജീവിക്കുന്നത്. അമ്മയുടെ കൂടെ അവർ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നു. അവിടെ അമ്മ വേണമെന്നില്ല, അമ്മയുടെ ചിത്രം പോലും വേണമെന്നില്ല, പക്ഷെ അമ്മ കേൾക്കുന്നുണ്ടെന്നവർക്ക് അവിടെ മനസ്സ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ പറ, അമ്മ കേൾക്കുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു വലിയ ബന്ധം ഈ ആൾക്കാരുമായിട്ടുണ്ട്. അപ്പോൾ രമ്യ പറഞ്ഞ് കുഞ്ഞുങ്ങളും 3 ഉണ്ടല്ലോ, എന്നെ വളർത്തണ്ടേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞത് എൻ്റെ 2 PSC റാങ്കിലെ ലിസ്റ്റും ക്യാൻസലായിപ്പോയി, കിട്ടിയില്ല ജോലി എന്ന് പറയും. ഉടനെ അത് പറഞ്ഞതേ ഉള്ളൂ. പിറ്റേ ആഴ്ച വേറെ 2 ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിലെന്ന് പറയണത് ഇവളൊക്കെ പിക്കപ്പ് ചെയ്ത് അവൾ നല്ല ശമ്പളത്തിൽ ജോലിക്ക് കയറി. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഈസിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ വേറെ രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പിന്നെ പറഞ്ഞ് ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണല്ലോ സംഗതി കുഴപ്പത്തിലാണെന്ന് മനസ്സിലായത്. എന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരും വളരെ പ്രായമാണ്. പിന്നെ പിള്ളേർ 3 കിളന്തകളാണ്. ഒന്ന് പിള്ളേർ സ്കൂളിലും പിന്നെ താഴത്തെ കുഞ്ഞു ക്ലാസ്സിലും പോണ പിള്ളേരാണ്. ഈ കക്ഷികൾ വീട്ടിൽ എന്തൊരു പരവേശമാണ് അമ്മമാർക്ക്. ഈ കക്ഷികൾ വീട്ടിൽ വരണ മുമ്പ് അമ്മമാർ വരണം. പക്ഷേ അമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ കയറിയ പാട്ടിൽ അതൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന 5 കൊല്ലത്തിനുള്ളിൽ പാടാണ്. അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല. ഈശോ പറഞ്ഞു ഈശോ ഞാൻ വന്നു കയറുമ്പോൾ സന്ധ്യയാകും, പക്ഷേ അപ്പനും അമ്മയൊക്കെ ഇവിടെ സേഫ് ആകണ്ടേ. ഇത് നിലമ്പൂരാണ്, വനത്തിൻ്റെ അരികിലാണ്. വെള്ളപ്പൊക്കവും മഴയും പിന്നെ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും ഇവിടുന്ന് മാറ്റുക, ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ അനിയത്തി വിളിച്ച്, ചേച്ചിക്കൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചി ഒന്ന് നോക്കുമെന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നമുക്കറിയത്തില്ല. അവിടെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവരിതിന് വേണ്ടി ചെയ്യുന്നത് പെട്ടെന്നാണ് സംഭവം. പിന്നെ ടൗണിൽ പെട്ടെന്ന് വീട് കണ്ടപ്പോൾ തന്നെ രമ്യക്ക് ഇഷ്ടപ്പെട്ടു. കർത്താവ് സെറ്റ് ചെയ്യുന്ന വീട്. അപ്പോൾ കൊണ്ട് ഉപ്പ് ഇട്ടും ഉടമ്പടി ഉപ്പ് ഇട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ അവകാശമല്ല, എൻ്റെ അവകാശം എഴുതി നിനക്ക് തരണമെന്ന് പറഞ്ഞു. ആർക്ക്? ഈശോയ്ക്ക്. വീട് നിൻ്റെ ഉടമസ്ഥയിലാണ്. അവരിങ്ങനെ അവരിങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കണം കുറേ മനുഷ്യരുണ്ട് കർത്താവുമായിട്ട്. ഉടമ്പടി ഏറ്റവും വലിയ വിഷയം നല്ലൊരു പെർഫെക്റ്റ് റിലേഷനിലേക്ക് ദൈവമായിട്ട് വരുന്നു എന്നുള്ളതാണ്. കാര്യം ഉടമ്പടി ഉള്ള കാര്യങ്ങൾ തന്നെ വൃത്തിമേനായിട്ട് ചെയ്താൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല റിലേഷനിലേക്ക് വരും ദൈവമായിട്ട്. കമ്മ്യൂണിക്കബിൾ ജോസഫച്ചൻ ഞാൻ വിളിക്കണത് കമ്മ്യൂണിക്കബിൾ റിലേഷൻ എന്നാണ്. റിലേഷനൊക്കെ ഒത്തിരി ഉണ്ട്. ആൾക്കാർക്ക് പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. കമ്മ്യൂണിക്കബിൾ റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച ദൈവം സംസാരിക്കുക ഇങ്ങോട്ട്. പുറപ്പാട് 33:11 അതിമനോഹരമായ വചനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് വായിച്ചത് സ്നേഹിതനോടെന്ന പോലെ കർത്താവ്. കേട്ടോ, സ്നേഹിതനോടെന്ന പോലെ കർത്താവ്. ഇത് ഏത് കർത്താവാണെന്ന് അറിയാവാ? ഈശോ കർത്താവല്ലേ. ഇത് പിതാവായ ദൈവമാണ്. പിതാവ് ദൈവം മോസ്റ്റ് റിസർവ്ഡാണ്. പക്ഷെ മോസസിനോട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മോസസിനോട് എന്ത് ചെയ്യുന്ന പറഞ്ഞ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അപ്പായിക്ക് ഇന്നും റിസർവേഷൻ ഒന്നുമില്ല. നമ്മളപ്പ നിത്യതയുമായിട്ട് മാത്രം നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മളുടെ ഒരു പൂർണ്ണമായ എല്ലാ മൂവ്മെൻറ്റ്സും നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത്. മറ്റുള്ളവർ ജീവിപ്പിക്കണമെന്ന് അപ്പായിക്ക് തോന്നിയാൽ
അപ്പോൾ മോസസിൻ്റെ കാലത്തെ പോലെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ആകും. പക്ഷേ വിഷയം നിത്യതയായിരിക്കണം. കാര്യം നമ്മൾ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ അപ്പയെ സംബന്ധിച്ചിടത്തോളം അപ്പ അത് കൗണ്ട് ചെയ്യണത് നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ അപ്പയുടെ പദ്ധതിയാണല്ലോ ഈശോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മഹത്വം അപ്പയ്ക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ വരുമ്പോൾ അപ്പ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പം അത് ആ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ പ്രസൻസാണ്, കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ല, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ് ഉണ്ട്. ഇപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ എന്ത് പറയുന്ന അളവിലും തൂക്കത്തിലും സഡൻ ആക്ഷൻ ഉണ്ട്. അത് കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രമ്യ വർഗീസ് അതിൻ്റെ ഒരു ആ അനുഭവതലത്തിലേക്ക് വന്ന് നിങ്ങൾക്കും എല്ലാം ഇതിന് ഉടമ്പടിക്കെല്ലാം ആ സാധ്യതയുണ്ട്. അതാണ് ഞാൻ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞത്. പേര് മിനി പോളച്ചൻ. ഞാൻ മലയാറ്റൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 2022 ജനുവരി 5-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്നതും ഉടമ്പടി എടുക്കുന്നതും. ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഇവിടെ വന്നത്. അവൾക്ക് ഒരു 12 വർഷത്തോളമായി അവളുടെ വലത് ചെവിക്ക് ഒരു അസുഖം ബാധിച്ചിരുന്നു. അത് അവൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് പഴുപ്പ് കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ല, പക്ഷെ ഭയങ്കര സ്മെല്ലായിരുന്നു. നമുക്ക് കുറച്ച് അകലെ റൂമിൽ കൊച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അകലെയാണെങ്കിൽ പോലും ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന എന്നൊക്കെ പറയാറുണ്ട്, തലവേദന എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം കൊണ്ടുപോയ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അത് ഇങ്ങനെ എല്ലാവർക്കും വരുന്നതാണ്, അത് നീർക്കെട്ട് പോലെയാണ് തോന്നുന്നത്. പിന്നെ ചെവിയുടെ പാടയുടെ ബാക്കിലായിട്ട് ചെറിയൊരു ചുവപ്പ് പാട് തോന്നുന്നുണ്ട്, പിന്നെ ചെറിയൊരു കുഞ്ഞു ഹോളും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, അത് വെറുതെ മരുന്നൊഴിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും. ഒരു 15 വയസ്സൊക്കെ ആയിട്ട് അവൾക്ക് മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. മരുന്ന് ഒഴിക്കുമ്പോൾ അതിന് സ്മെല്ലൊന്നുമില്ല, അത് വേദന കുറവുണ്ട്. അത് മരുന്ന് ഒഴിക്കാതെ ആയിക്കഴിഞ്ഞാൽ ആ മരുന്ന് തീർന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ളൊരു വേറൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ നോക്കി അന്ന് തന്നെ പറഞ്ഞു, നിങ്ങളിപ്പോൾ കൊണ്ടുവന്നത് നന്നായി. ഈ ചെവിയുടെ പാടയുടെ ബാക്കിലായിട്ട് അവൾ കുഞ്ഞു എല്ലുകളുണ്ട്, ആ എല്ലുകൾ ദ്രവിക്കുന്ന ഒരു അസുഖമാണിത്. അതിൻ്റെ പഴുപ്പ് ഇങ്ങനെ ദ്രവിച്ച് പോയിട്ട് തലച്ചോറിലേക്ക് പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ കൊണ്ടുവന്നത് നന്നായി, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ആ മാസം തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടും പിന്നെയും ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞു ഡോക്ടർ. തന്നെ ചെവിയിൽ വേറൊന്നും ഇടാൻ പാടില്ല, ക്ലീൻ ചെയ്യണത് ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം, കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന് തലവേദന വരും, ആ സൈഡ് മുഴുവൻ വേദനയാന്ന് പറയും. ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയും കുഴപ്പമില്ല, അത് ചെവിക്കായം വന്ന് അടഞ്ഞതുകൊണ്ടാണ്, അത് അലിഞ്ഞു പൊക്കോളും എന്ന് പറയും. അങ്ങനെ പിന്നെയും അത് ക്ലീൻ ചെയ്യും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ വരും. പിന്നെ ജലദോഷം വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ആ കൊച്ച് വേദന സഹിച്ചും മരുന്ന് കഴിച്ചും അങ്ങനെ അവൾ +1 വരെ ആ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. +1 ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒത്തിരി ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഈ മലയാറ്റൂരിൽ നിന്ന് എറണാകുളം വരെ പോകുന്നത് ഭയങ്കര പാടല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെരുമ്പാവൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ അപ്പോൾ സർജറി ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് എന്തായാലും അന്ന് ചെയ്തത് അത് കൊച്ചായതുകൊണ്ട് ചിലപ്പോൾ മുഴുവൻ ചെയ്തിട്ടുണ്ടാവാൻ വഴിയില്ല, അതുകൊണ്ടായിരിക്കണം വീണ്ടും ആ അസുഖം തന്നെയാണ് വന്നേക്കണത്, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് വീണ്ടും ഡോക്ടർ പറയുകയാണ്. ചെവി വീണ്ടും തുറന്നു, വീണ്ടും അത് ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാളത്തേക്ക് പിന്നെ അതുപോലെ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് 6 മാസം കൂടുമ്പോഴൊക്കെ ചെവി കാണിക്കണം എന്ന് പറയും. ഡോക്ടർ തന്നെ ക്ലീൻ ചെയ്യും, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ ഡിസംബർ 28-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതുപോലെ ഡോക്ടറെ ചെക്കപ്പിനായിട്ട് കൊണ്ടുപോയതാണ് ഞങ്ങൾ. അപ്പോൾ അന്നേരം പ്രത്യേകിച്ച് വേദനയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, മറ്റുള്ള സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ ഇത് വീണ്ടും പ്രശ്നമാണല്ലോ, നമുക്ക് വീണ്ടും ഒന്നും കൂടെ തുറന്നാലോ എന്ന്. അപ്പോഴത്തേക്ക് അവൾ നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ നേഴ്സിങ്ങിൻ്റെ ഇതൊക്കെ ലീവൊക്കെ നോക്കിയിട്ട് മോനെ അത് നമുക്ക് എത്രയും വേഗം ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു. വീണ്ടും അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇത്തവണ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, നന്നായിട്ട് പ്രാർത്ഥിച്ചോ നിങ്ങൾ, കാരണം കൊച്ചിൻ്റെ
നമ്മളിങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ആ ഏരിയ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിരണ്ടി കളയണം ഈ പഴുപ്പ് പോലെ വന്നേക്കണത്. അപ്പോൾ അത് ചിരണ്ടി കളയുമ്പോൾ ഈ ഒരു ഞരമ്പ് ഈ ഫേസിൻ്റെ ഇതിൽ താടിയെല്ലിലേക്ക് വന്നിട്ട് ഉള്ളൊരു ഞരമ്പാണ്. ആ ഞരമ്പ് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കൂടെ വേണം എനിക്ക് ആ ഏരിയയിലേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പതുക്കെ ടച്ച് ചെയ്താൽ പോലും കൊച്ചിൻ്റെ ഫേസ് ഒരു വശത്തേക്ക് കീറി കോടി പോകുന്നു, ഒരു വശത്തേക്ക് ആയി പോവും. പിന്നീട് അത് പഴയപടി ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വേദനയായി. അപ്പം ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, നമുക്ക് നാളെ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ പ്രാർത്ഥിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ ഇവിടെ വന്നു. അപ്പം അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത്. അങ്ങനെ 21-ാം തീയതിയാണ് ഓപ്പറേഷൻ ചെയ്തത്. അന്ന് ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു 3-4 മണിക്കൂറൊക്കെ പിടിക്കുമായിരിക്കും, കാരണം പതുക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫേസ് ആ ഞരമ്പ് ടച്ച് ചെയ്യാണ്ട് വേണം എനിക്കത് ചെയ്യണമെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോട്ടോ എന്ന് ഡോക്ടർ പിന്നെയും പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം തിയേറ്ററിൻ്റെ വാതിൽക്ക് ഇരുന്നുകൊണ്ട് എത്ര പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ ജപമാലകൾ കുറേ ഞങ്ങൾ 2 പേരും, ഞാനും ഹസ്ബൻഡും 2 പേരും കൂടി ഇരുന്ന് ജപമാലകളും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി. എന്നാലും ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭയങ്കര സന്തോഷത്തോടുകൂടി വന്നിട്ട് പറയാണ്, ദൈവം കടാക്ഷിച്ചു കേട്ടോ, കൊച്ചിന് ഒരു കുഴപ്പമില്ല, അവൾക്ക് ഞാൻ ഉദ്ദേശിച്ചേക്കാളും നേരത്തെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റി, ഒരു പ്രശ്നവും അവൾക്ക് വേദന കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ വേദന പോലും ഇല്ല, അവളെ അവിടെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം കൊണ്ട് ആ ഒരു കാര്യം സാധിച്ചു കിട്ടിയതായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തണം. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം ഇത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് വന്നപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് നാൾ ആഗ്രഹിച്ചെങ്കിലും ഉടമ്പടി ഇവിടെ വരാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ആദ്യമായിട്ട് വന്ന് ആ ഫ്രണ്ടിലാണ് അന്ന് നമുക്ക് പുതിയ ഉടമ്പടിക്കാർക്ക് ഉടമ്പടി എടുക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ആ വഴിയിൽ അവിടെ തന്നെ ഉടമ്പടി എടുത്തു. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ നിർദ്ദേശം തരുവാണ്, നിങ്ങൾ പുതിയ ഉടമ്പടിക്കാരൊക്കെ മുകളിലത്തെ നിലയിലേക്ക് പോകണമെന്ന്. അപ്പം ഞാൻ മാതാവിനോട് ചോദിക്കാം, എനിക്ക് എപ്പോഴും ഇങ്ങനെ വേദനകളുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ മാതാവേ, ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറാനോ എന്ന് ചോദിച്ച വഴി മനസ്സിൽ ചോദിച്ചുള്ളൂ. ആ നിമിഷം ആ കാലുവേദന പോയി. എനിക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഞാൻ ഓടിക്കയറി എന്നുള്ളതാണ് അന്ന്. അങ്ങനെ ആ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഒരു 30 വർഷത്തോളമായി എനിക്ക് മൈഗ്രെയിൻ തലവേദന എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. വെയിലത്തേക്ക് കുട ചൂടി പോയാൽ പോലും ഞാൻ തലവേദനയും കൊണ്ട് തിരിച്ചു വരാറുള്ളൂ. എന്നും വൈകുന്നേരം തലവേദനയാണ്. യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വെയിലത്തിറങ്ങിയാൽ ഒരു വെയിലത്ത് തുണി അലക്കി വെയിലത്തേക്ക് നമുക്കൊന്ന് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴയിലെ മുകളിലേക്കാണ് നോക്കിക്കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ നിമിഷം തുടങ്ങും തലവേദന. അങ്ങനെ ഈ മൈഗ്രൈൻ്റെ തലവേദനയും ഭയങ്കര ഛർദിലും ഒക്കെ ആയിട്ട് രാത്രി പിന്നെ തോർത്തൊക്കെ വരിഞ്ഞ് മുറുക്കി കെട്ടി വെച്ച് കിടക്കണ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10-30 വർഷമായി അത് തുടങ്ങിയിട്ട്. അത് ഈ ഉടമ്പടി എടുത്തതിന് പിന്നെ ഇപ്പോൾ 1 വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് അതിൽ പിന്നെ അങ്ങനത്തെ ഒരു തലവേദന പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു 10 വർഷത്തോളമായി വെരിക്കോസ് വെയിൻ്റെ വേദന ഉണ്ടായിരുന്നു കാലിന്. അത് ഞാൻ ഈ യൂട്യൂബിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വെരിക്കോസ് വെയിൻ്റെ വേദന അങ്ങനെ വന്നിട്ടില്ല. ഞാൻ മരുന്ന് കഴിക്കണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് നാൾ ഈ വേദന കൂടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ആയുർവേദം കഴിച്ചു, പിന്നെ കുറച്ച് നാൾ ഹോമിയോ മരുന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അമ്മ കൂടെ ഉണ്ടല്ലോ, അമ്മ എനിക്ക് സൗഖ്യപ്പെടുത്തി തരുമെന്നൊരു ബോധ്യം വിശ്വാസം വന്നപ്പോൾ ഞാനിതുപോലെ തന്നെ ഈ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനിനി മരുന്നൊന്നും കഴിക്കൂല കേട്ടോ, അമ്മ എനിക്ക് മാറ്റി തന്നാൽ മതി. കാരണം എനിക്ക് ഒരുപാട് വേദനകളുണ്ട്, ശരീരം മുഴുവൻ എപ്പോഴും വേദനയാണ്. കുറേ നാളൊക്കെ ഞാൻ ഇതിനു മുമ്പൊക്കെ യൂറിക് ആസിഡ് കൂടിയ, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിട്ട് ഒത്തിരി മരുന്നൊക്കെ ഞാൻ ഇതിനു മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും എനിക്ക് എന്നും വേദനയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇനി മരുന്നൊന്നും കഴിക്കൂല കേട്ടോ, അമ്മ മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിക്കും. എന്ത് വേദന വന്നാലും, ഇത് 2 ദിവസം മുമ്പ് ഇതുപോലെ കാലിൻ്റെ തള്ളവിരലിന് വേദന, തുമ്പൊക്കെ വേദന, വിരൽത്തുമ്പൊക്കെ വേദന വന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ അമ്മ എനിക്ക് ഇടപെട്ട് സൗഖ്യം തരാറുണ്ട്. അതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ജനുവരി 5-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി മാസമായപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ്. ഞങ്ങളുടെ വീടും സ്ഥലവും വിൽക്കുന്നതിന് വേണ്ടി നിയോഗം വച്ചിരുന്നു. അത് ഫെബ്രുവരി മാസത്തിൽ അത് വിൽക്കാനായിട്ട്, ഒരു സ്ഥലം വിൽക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ
പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന കാര്യങ്ങളാണത്. അത് എൻ്റെ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ HMൻ്റെ ഹസ്ബൻഡിന് ഈ ക്രിസ്മസിന് 2 ദിവസം മുമ്പ് ഒരു ക്യാൻസർ രോഗം ബാധിച്ചിട്ട് പെട്ടെന്ന് വേദന കൂടി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കേൾക്കുകയാണ് ഇങ്ങനെ ഇടവകയിൽ ഇങ്ങനെ പറയുകയാണ് എല്ലാവരും. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ ആ ചേട്ടന് ഇങ്ങനെ കൂടുതലാണ്, അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞേക്കാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. കാരണം ഞാൻ എൻ്റെ സഹപ്രവർത്തകയാണ്, തന്നെയും എൻ്റെ ഹസ്ബൻഡാണ്. എന്നാലും അതുപോലെ തന്നെ അവർ ഇടവകയിലാണെങ്കിൽ എല്ലാം സജീവ പ്രവർത്തകരുമാണ്, മക്കളാണെങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുമാണ്. ഞാൻ ഒത്തിരി അത് കേട്ട് കഴിഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞ് മുട്ടയിൽ നിന്നിട്ട് ഞാൻ പച്ചത്തിരി നീലത്തിരി ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ ആ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ എൻ്റെ സാക്ഷ്യം എപ്പോൾ പറയണോ ഞാൻ അപ്പം കൃപാസനത്തിൽ ആ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് മാറ്റി, പതുക്കെ ആൾ സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട്, ഞാനിങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ അവിടെ പറയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർമാർ തന്നെ അതിശയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ലാസ്റ്റ് കീമോ ചെയ്തത്. അത് ചെയ്യാൻ ചെന്നപ്പോൾ അത്രയ്ക്ക് മാറ്റം സൗഖ്യം വന്നിട്ട് ഡോക്ടർമാർ തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് തന്നെ അതിശയപ്പെട്ടു പോയി ചേച്ചി, അതുകൊണ്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ അതും സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കൂട്ടുകാരിക്ക് ഇതുപോലെ തന്നെ കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക, കിഡ്നി 2 ഫെയിലായിട്ട്, അതും ഇതുപോലെ തന്നെ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നേർന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അതും പിറ്റേ ദിവസം നല്ല റിസൾട്ട് തന്നെ കിട്ടി. ആ മകന് ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് സാധാരണ പോലെ തന്നെ വീട്ടിൽ നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി ഡയാലിസിസ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള അനേകായിരം സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ ഇപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി പറയുന്നു.